മാപ്കോ എന്ന പേരിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചാണ് വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നത്. 40 കോടിയുടെ പള്ളി വന്നാൽ അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാവുമെന്നും ആ വഴിക്ക് വരുമാനം കുന്നുകൂടുമെന്നുമുള്ള ദിവാസ്വപ്നത്തിലാണ് കേശവന്മാർ. ഇത്തരം ദുരൂഹതകളും സംശയാസ്പദമായ ഒരുപാട് വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് ആധികാരികമായി തെളിയിക്കപ്പെടുന്നതുവരെ പൊതുജനം വഞ്ചിതരാവരുതെന്ന് കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പരമാധികാര മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ ആഹ്വാനം ചെയ്തത്. സമസ്ത പറഞ്ഞത് അത് തെളിയിക്കപ്പെടാത്ത കാലത്തോളം ആരും അതിൽ വഞ്ചിതരാവരുത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സാദാത്തുകളിൽ പ്രമുഖനായ ഹൈദരലി ശിഹാബ് തങ്ങളെ തന്നെ ചതിച്ച വർത്താനം നിങ്ങളൊക്കെ കേട്ടതല്ലേ? ഇങ്ങനെ പല ജാതി വഞ്ചനയും നടന്നപ്പോഴാണ് അത് ശരിയാണ് എന്ന് തെളിയിക്കാത്ത കാലത്തോളം ആലുഞ്ഞയിൽ വഞ്ചനയിൽ പെടരുത് എന്ന് സമസ്ത പ്രഖ്യാപിച്ചത്. പ്രവാചക കേശം ഇവർ നിരന്തരമായി തുടരുന്ന ആത്മീയ ചൂഷണ പരമ്പരകളിൽ ഒന്നു മാത്രം. പ്രവാചക കുടുംബവും പുണ്യകർമ്മങ്ങളുമൊക്കെ തട്ടിപ്പിനുള്ള ആയുധങ്ങളാക്കുന്നതിൽ ഇവർക്ക് ഒരു മടിയും ഉണ്ടാവാറില്ല. അഹ്ലുബൈത്തിൽപ്പെട്ടവരല്ലാത്തവരെ തങ്ങന്മാരാക്കി അവതരിപ്പിച്ച് സാധാരണക്കാരെ വഞ്ചിക്കുന്നത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാണെന്ന് തുറന്നു പറയുന്നത് മറ്റാരുമല്ല, മേനോൻ സമസ്തയുടെ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന, ഇന്ന് സത്യം തിരിച്ചറിഞ്ഞ് കാന്തകൂടാരം വിട്ട് സമസ്തയുടെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്ന PMS ആറ്റക്കോയത്തങ്ങളാണ്. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ. തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ശരിക്ക് കവിയിലൊന്നും ഇല്ലാത്ത തങ്ങളാണെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത ആളുകളെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പേരും മറ്റൊക്കെ വെച്ചിട്ട് അത് വളരെ സത്യമാണ്. തങ്ങളല്ലാത്ത ആളുകളെ തങ്ങളാക്കുന്ന പ്രവണത അത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വേറെ ഒന്നും കരുതരുത്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടുകാരെ കുട്ടികളോട് അറിയാം, ഇവിടെ ഞങ്ങൾ ഒരു കുടുംബങ്ങളുണ്ട്, അല്ലാത്തതുണ്ട്. അതേപോലെ പല ഭാഗങ്ങളിലും ഈ അല്ലാത്തതിനെ തങ്ങളല്ലാത്തവരെ തങ്ങൾ എന്ന് പറഞ്ഞ പോലെ അസ്മാവിൻ്റെ തുലസമാത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ മന്ത്രവാദം നടത്തുമ്പോൾ തങ്ങളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു അത് വളരെ കൂടുതലുണ്ട്. അത് ചോദിച്ചപ്പോൾ അത് അത് ഇഷ്ടം പോലെ ഉണ്ട്. സിൽസിലല്ല, സനദുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു തങ്ങൾക്ക് തന്നെ ഇപ്പോൾ സിൽസിന് സനദൊക്കെ ഇല്ലാതിരിക്കുക, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടൊന്നും എന്നാലും അതിന് വേറെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലപാടുണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഏകോപനം ഉണ്ടാവും, ഒരു തങ്ങളാണ് തങ്ങളുടെ കുടുംബമാണെന്നുള്ള അതൊന്നുമില്ലാതെ വാപ്പ പിന്നെ മലബാരിയാണ്, അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്ത ആൾ മകള് മകൻ അങ്ങനെ ഇതാണ്. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറയില്ല. അങ്ങനെ തങ്ങളാന്ന് ഇട്ട് വന്ന ഒക്കെ എൻ്റെ ശ്രദ്ധയിലുണ്ടായി. മാത്രമല്ല തട്ടിപ്പുകാരനായ ഖസ്റജിയെ ഷെയ്ഖ് ജീലാനിയുമായി ബന്ധപ്പെടുത്തി സയ്യിദാണെന്ന് വരുത്തി തീർക്കാനുള്ള തീവ്രശ്രമവും ഇവരുടെ പ്രസംഗങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും കാണാനാവും. ഖസ്റജി കുടുംബം അഹ്ലുബൈത്തിൽ പെടുന്നത് എങ്ങനെയെന്നുകൂടി വിശദീകരിച്ചാൽ കൊള്ളാം. മൺമറഞ്ഞ മഹൽ വ്യക്തികളെ സ്വന്തക്കാരാക്കി സമൂഹമധ്യേ പുതിയ ഒരു മുഖം സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതൽ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെ വരെയും ഇവരിതിന് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി ഇല്ലാ കഥകളും വ്യാജകിനാവുകളും സൃഷ്ടിക്കുന്നു. ഷംസുൽ ഉലമയും ശിഹാബ് തങ്ങളും വരെ ഇപ്പോൾ ഇവരുടെ സ്വന്തം ആൾക്കാരാണ്. ജീവിതകാലത്ത് ഈമാനുള്ളവർക്ക് സ്വപ്നേബി സങ്കൽപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധം ഈ മഹാന്മാരെ ബത്സിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ ഇപ്പോൾ സ്വരം മാറ്റുന്നത് നോക്കൂ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഈ അബ്ദുള്ളമാര് രംഗത്ത് വന്ന ഈ സമയത്ത് അവർക്ക് അനുകൂലമാകുന്ന നിലപാട്
ഏതെങ്കിലും കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ ബുദ്ധിമാനായ ഒരു മഹാ പണ്ഡിതനായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, SKSS പിരിച്ചുവിട്ട് കാലം കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. കെ ഉസ്താദ് മഹാനവറുകൾ ഇല്ലാത്തതല്ലേ ഇവർ ഇങ്ങനെയായി പോയത് എന്ന് ഞാൻ വേദനയോടുകൂടെ ചിന്തിക്കുകയാ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കും. ഈ സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാപരമായി കുറച്ചൊക്കെ അകന്നു നിൽക്കുന്ന സമയത്ത് ഈ സിറാജുൽ ഹുദക്ക് 7 ലക്ഷം ഉറുപ്പിക അബുദാബിയിൽ നിന്ന് ഒരു അറബി തരും. പക്ഷേ അതിന് നിബന്ധന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കത്ത് വേണം. ഞാൻ നാദാപുരത്ത് എരോത്ത് പോക്കർ ഹാജിയെയും കൂട്ടി ഞാൻ പാണക്കാട് പോയി തങ്ങളവറുകൾ വരെ ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങളെ ഇരുത്തി എനിക്ക് കത്തെഴുതി തന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെയാണ്, ഒരാൾക്കും കത്ത് കൊടുക്കാറില്ല, സിറാജുൽ ഹുദക്ക് തരാം എന്ന് പറഞ്ഞു. കത്ത് തന്നു. ഞാൻ ആ കത്ത് കൊണ്ടുപോയി അറബിക്ക് കൊടുത്തു. 7 ലക്ഷം ഉറുപ്പിക അദ്ദേഹം ഡ്രാഫ്റ്റാക്കി ഇവിടെ അയച്ചു തരികയും ചെയ്യും. ആ നിലക്ക് നല്ല കാര്യങ്ങളിൽ സഹകരിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മളോടും നമ്മുടെ നേതാക്കളോടും സഹകരിക്കുന്നു എന്ന കാരണം കൊണ്ട് പാണക്കാട്ടേക്കുള്ള അകലം എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയ കക്ഷികൾ മഹാനായ ശിഹാബ് തങ്ങളെക്കുറിച്ച് ഇവർ മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നുവെന്നത് നമുക്കൊന്നു കാണാം. തലപ്പത്ത് നിൽക്കുന്നവർ ഒഴിവാകണം, എന്നാലേ പാർട്ടി നന്നാവൂ. ആദ്യം പാണക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നന്നാവൂ. ഗുരുക്കന്മാരുടെ ഗുരുവായ ഷേഖുന ശംസുൽ ഉലമയെപ്പോലും ഇവർ വെറുതെ വിട്ടിരുന്നില്ല. ഇതൊക്കെ മറക്കാൻ കഴിയുമോ നമുക്ക്? ശംസുൽ ഉലമയെ ഖാറൂനിനോടും ബൽആമിനോടും ഉപമിച്ചവർ, ശിഹാബ് തങ്ങളുടെ ഫോട്ടോ തലകീഴായി പ്രസിദ്ധീകരിച്ചവർ, പത്മജത്തങ്ങളെന്നും തുളസിത്തങ്ങളെന്നും വിളിച്ചവർ ഇപ്പോൾ അവരുടെ സ്വന്തക്കാരാവുന്നത് അംഗീകരിക്കുവാൻ മാത്രം വിഡ്ഢികളാണോ കേരളീയർ? കേശം വെച്ച് കാശുവാരാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത താക്കീതായി ചമ്മാട്ടിനെന്ന് പ്രസിദ്ധപ്പെടുത്തിയ ചില ചോദ്യങ്ങൾക്ക് 8 മണിക്കൂർ പമ്പര വിഡ്ഢിത്തം വിളമ്പിയ പേരോടൻ സക്കാഫി മറുപടി പറയാൻ കഴിയാതെ ഉഴറുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. തിരുകോശമില്ലാത്ത കേശങ്ങൾ. എന്തായാലും ചോദ്യോ, കാന്തപുരത്തിനു തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജകേശങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? എങ്ങനെയുണ്ട്? പണ്ട് ഒരു ചങ്ങാതി ഒരാളോട് ചോദിച്ചു, എടാ ഇന്റെ ബാപ്പാന്റെ കല്യാണത്തിന്റെ അന്ന് ഭക്ഷണം തന്നിട്ട് തിന്നാത്തോനല്ലെങ്കിൽ എന്തുകൊണ്ടാ തിന്നാൻ? എന്നാ ചോദിച്ചത്? ഇന്റെ ബാപ്പാന്റെ കല്യാണത്തിന്റെ അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തോനല്ലെങ്കിൽ എന്തുകൊണ്ടാ അന്ന് തിന്നാതിരുന്നത്? ഇവനെന്താ പറയാ, എനിക്ക് വേണ്ടായിട്ട്. ആദ്യം ബാപ്പാന്റെ കല്യാണത്തിന് ഇവൻ പങ്കെടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ എന്ത് അന്ന് ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല ചർച്ച വരാൻ? കാന്തപുരത്തിന് തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? മറച്ചു വെച്ചതിനെ പറ്റിയാ സംശയം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, അതിനെ പറ്റിയല്ല. എന്തുകൊണ്ടാ? അപ്പൊ പെട്ടെന്ന് മറച്ചു വെച്ച് എന്താന്നല്ല ഇപ്പൊ പറയേണ്ടി. അപ്പൊ ഉണ്ട് സ്ഥിരപ്പെട്ടല്ലോ. 1/2 മീറ്ററിലേറെ നീളമുള്ള ഹസ്റജിയൻ മുടി. അങ്ങനെ ഹസ്റജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത് ഞങ്ങൾ ഹസ്റജിയൻ മുടി മുറിച്ചു വാങ്ങിയിട്ടില്ല. അത് അയാളെ തലയിലുണ്ട്, അയാൾ ബാർബർ ഷാപ്പ് ഒന്ന് മുറിക്കും. കേരള മുസ്ലിങ്ങളുടെ പ്രബുദ്ധതയെ കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ? കേരള മുസ്ലിങ്ങളെ പറ്റി മാത്രമല്ല, ഞങ്ങൾ അഖിലേന്ത്യയും വിട്ട് ഇപ്പോ ഇന്റർനാഷണലാ. അതറിയില്ല നിങ്ങളിപ്പോ സമസ്ത കേരള 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 ഞങ്ങൾ സമസ്ത ഉലമാ കോൺഫറൻസ് സമസ്ത എന്ത് കേരള? ഇനിയും കേരളത്തിന് തലമുക്കില്ല, അത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. പിന്നെയും കേരള കേരള. പിന്നെ ലോകത്തപൂർവമായി സൂക്ഷിക്കപ്പെടുന്ന തിരുകേശ കഷ്ണങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മുടികൾ ഒരിടത്ത് സൂക്ഷിക്കുന്ന വിവരം ചരിത്രത്തിലൂടെയും രേഖപ്പെട്ട് കാണാത്തത് എന്തുകൊണ്ട്? പിന്നെ 1000 ഇങ്ങനെ തകരാറാക്കുക.
ഇതിന് സംശയം ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 പ്രാവശ്യം ചെല്ലിക്ക പോയാ, അല്ലാണ്ട് 1000 തന്നെ ദിക്റാവൂല. 1000 ഇങ്ങനെ ദിക്റില്ല. ചരിത്രത്തിലൂടെ വേൾഡിൽ അറിയപ്പെട്ട മുടിയാണ് പറഞ്ഞതാരാ? മനിൽ ഖായിലു. വേൾഡിൽ അറിയപ്പെട്ട മുടിയാണെന്ന് പറഞ്ഞ മനിൽ ഖായിലു. അത് നോക്കിയാൽ മതി, ആരാ പറഞ്ഞേ നോക്കിയാൽ മതി. ആയിരക്കണക്കിന് മുടികൾ കൈവശം വെച്ചിരുന്ന വ്യക്തി നീണ്ടകാലം ഔഖാഫ് മന്ത്രിപദം വഹിക്കുകയും ലോകത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഒരിടത്തെങ്കിലും ആ തിരുവിവരം പറയുകയോ UAE ഗവൺമെന്റിന് ഒരൊറ്റ തിരുവേശത്തിന്റെ 4 പോലും നൽകുകയോ ചെയ്യായിരുന്നു? എന്തുകൊണ്ട്? ഗവൺമെന്റിന് എന്താ കൊടുക്കാറ്? ഇവരെ ധാരണ എന്താ അറിയോ? രാഷ്ട്രീയക്കാർക്കെല്ലാം കൊണ്ട കൊടുക്കലാണ്, ഭരിക്കുന്നവർക്കെല്ലാം കൊണ്ട കൊടുക്കലാ റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ എന്നാ ഇവർ വിചാരിച്ച്. അങ്ങനെയൊന്നല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം കൊടുക്കലാന്നാണ്. പലരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഷെഹ്റായ മുബാറക് മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ച അറേബ്യൻ പത്രങ്ങളിൽ എന്തുകൊണ്ട് തിരുമുടിയാട്ടത്തിന്റെ വിവരങ്ങൾ ബോധപൂർവം വരുങ്ങി? ഷെഹ്റെ മുബാറക്കിൻ മസ്ജിദിന്റെ ഫീച്ചർ പ്രസിദ്ധീകരിച്ച അപ്പൊ ഷെഹ്റെ മുബാറക്ക് വന്നില്ലേ? അപ്പൊ വീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഷെഹ്റെ മുബാറക്ക് പറയുമ്പോ തന്നെ ഷെഹ്ർ വന്നില്ലേ? അതിന് അറബി പഠിക്കണ്ടേ? ഷെഹ്ർ തന്നെ മുടിന്നാ പോയ അർത്ഥോ? എന്തോ ഒരു സങ്കടായി. ആപ്പിൽ വാലുകുടുങ്ങിയ പഴങ്കഥയിലെ കുരങ്ങനെ പോലെ പേരോടും കൂട്ടരും നട്ടം തിരിയുകയാണ്. 18 പമ്പരം പാച്ചിലും കഴിഞ്ഞിട്ടും മത്തൻ വള്ളിയിൽ നിന്ന് കൈച്ചിലാവാത്ത മുടിയന്മാർ ഒടുക്കം സമാദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നത് എത്രമാത്രം ധിക്കാരവും ധാർഷ്ട്യവുമാണ്. ആരു ചെന്നാലും ഹൃദയോദര സൽക്കാരമീട്ടി സ്വീകരിക്കുന്ന പാണക്കാട്ടെക്കാരനവർ കോടിപ്പള്ളിയുടെ റസീറ്റ് സ്വീകരിക്കുന്നത് അദ്ദേഹം അറിയാതെ മൊബൈലിൽ പകർത്തി വിളക്ക് പത്രത്തിൽ അച്ചടിച്ച് ഫ്ലക്സ് ബോർഡുകളിലൂടെ നാട് നീളെ പ്രദർശിപ്പിച്ചു കുരുത്തക്കേടിന്റെ പര്യായമായ ഇവർ. സമസ്ത വൈസ് പ്രസിഡന്റായ ഹൈദർ അലി തങ്ങളെയും ഞമ്മന്റെ ആളാക്കി ചിത്രീകരിക്കാനുള്ള വിഘടിത ശ്രമത്തിനെതിരെ തങ്ങൾ തന്നെ രൂക്ഷമായി പ്രതികരിക്കുന്നത് നോക്കൂ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കിട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായി കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചേറിയേണ്ടതുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദരണീയരായ തങ്ങൾ പറഞ്ഞതുപോലെ നമുക്കിവരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം. സത്യത്തിന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കാം. ആത്മീയ ചൂഷണത്തിനെതിരെ പ്രതിരോധം തീർക്കാം. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനിയും കാണാം.